അപ്പോൾ ഗൈസ് നമ്മളൊരു അടിച്ചുപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രഷർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാപ്പ് ഉണ്ടാവും. ഈ മാപ്പ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ മാപ്പിലൂടെ നിങ്ങൾക്ക് 6 ക്ലൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്ലൂസിനനുസരിച്ച് വേണം നിങ്ങൾ ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വേഗം തന്നെ അപ്പോൾ ഗൈസ് നമ്മൾ മാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മാപ്പ് ഈ ഒരു കോമ്പൗണ്ടിലാണ് ഗൈസ് ഉള്ളത്. ഈ ഒരു കോമ്പൗണ്ടിൽ കാറുള്ള ആ ഒരു കോമ്പൗണ്ട് ഇല്ല, പക്ഷെ ഈ ഒരു ബൈക്ക് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഇതുള്ളത്. ആ അതുവരെ ഉള്ളൂ. അപ്പോൾ ഗൈസ് അവർ നല്ലോണം തിരയുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ കണ്ടു കിട്ടുന്നില്ല. അതുവരെ കുറേ നേരമായി ഇവർ തിരയുന്നു. അപ്പോൾ ഗൈസ് ദാ അവിടെ ഇന്നലെ ഈ പൂത്തിരി കത്തിച്ച പെട്ടീൻ്റെ ഇടയിലൊക്കെ നോക്കുകയാണ് ഗൈസ്. നല്ല തിരച്ചിലാണ് നടക്കുന്നത്. അപ്പൊ ഗൈസ് അറ്റ് ലാസ്റ്റ് ഇവര് മാപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഗൈസ് മാപ്പ്. ക്ലൂ 1 നോക്ക് എവിടെയാന്നുള്ളത്. ശരിക്കും നോക്ക് കേട്ടോ. ഗൈസ് അപ്പോൾ ക്ലൂ 1 ടേബിളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ നല്ലോണം തിരഞ്ഞു നോക്കുകയാണ്. തീപ്പെട്ടിയിലൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അതെങ്ങനെ? ഞാൻ അത്രയും ട്രിക്കി ആയിട്ടാ വെച്ചത്. ഓടും, മറ്റു ചിലവരോ എന്നെ എടുത്തിട്ടു പോകും. എന്താ കസാലല്ലേ? ഞാൻ വായിച്ചു തരാം ഗൈസ്. ഇവിടെ ചിലവർ എന്നെ കണ്ടാലോടും, മറ്റു ചിലവരോ എന്നെ എടുത്തിട്ടു പോകും. ഇതാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ ക്ലൂ. അതെ ഗൈസ്, ഇനി ഇവര് 2ലേക്ക് പോവുകയാണ്. ബൈക്കിന്റെ സൈഡിലായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു ബൈക്കിന്റെ സൈഡിലേക്ക് പോവാം. അപ്പൊ ഗൈസ് ഇവിടെ സ്വിമ്മിങ്ങിന്റെ ഹാറ്റിന്റെ ഇടയിൽ നോക്കുകയാണ് കേട്ടോ. ഗൈസ് ഇവര് ഹാറ്റിന്റെ ഇടയിൽ നോക്കുകയാണ്. അതെ ഗൈസ്, ഇവർക്ക് ഭയങ്കര സംശയമാണ് എന്നെ. അപ്പൊ ഗൈസ് ക്ലൂ 2 കിട്ടിയിട്ടുണ്ട്. വായിച്ചോ. മണത്തിലും ഗുണത്തിലും ഞാൻ തന്നെ കേമൻ. ഗൈസ് അതാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ. മാപ്പിൽ ഇവര് എന്താണ് 3ാമത്തെ ക്ലൂ എവിടെയുള്ളത്? കിണറ്റിന്റെ ചുറ്റും നോക്കുകയാണ്. കാരണം സെക്കൻഡ് ക്ലൂ കിണറ്റിന് ചുറ്റുമാണ്. കിണറ്റിന്റെ അകത്തൊന്നുമില്ല. അതായത് ഈ ഒരു പറമ്പും കിണറുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സ്ഥലത്തുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കിണറ്റിന്റെ അകത്തില്ല. ഇവിടെ കുറെ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ക്ലൂസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലമൊന്നുമില്ല. അതായത് പേപ്പർ ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് വെച്ചത്. ആ ക്ലൂ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഗൈസ് ദാ അങ്ങനെ ചെടി ചട്ടിയുടെ ഉള്ളിലൊക്കെ നോക്കുകയാണ്. ഗൈസ് ഇവര് ഈ
കൈതച്ചൊക്കെ കുഴിച്ചിട്ടുള്ള ചട്ടിയിലേക്കാണ് ഗൈസ് നോക്കുന്നത്. അപ്പൊ ഗൈസ് കല്ലുകൾക്കിടയിലാണ് ക്ലൂ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. പിടിക്ക് ഗൈസ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്നെ പൊടിയായിട്ടും വെള്ളത്തിൽ ചേർത്തും ഉപയോഗിക്കും എന്നുള്ള ക്ലൂ ആണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. സ്റ്റാർട്ട്. അപ്പൊ ഗൈസ് ദാ ക്ലൂ 5 ഇതാ ഇവിടെയാണുള്ളത് ഗൈസ്. അപ്പൊ ഇവര് ഇപ്പൊ ചിന്തിക്കുന്നത് സോപ്പ് പൊടിയിലൊക്കെയാണ് കേട്ടോ. ഉള്ളിലില്ല, പുറമെ. നോക്കാം എന്തായാലും. ആ ഗൈസ് അപ്പൊ ഇലകൾക്കിടയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് കൊറേ നേരമായി ഇവര് തിരയാൻ തുടങ്ങിയിട്ട് എനിക്ക് തന്നെ മടുത്തുണ്ട് കേട്ടോ. ഞാനത് കണ്ടിട്ടില്ല ആ ബൂസ്റ്റ്. ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു. ഈ ബൂസ്റ്റിന്റെ കയറാകുമ്പോൾ ഓള് വിചാരിച്ചു എന്താ വെച്ചാൽ ബൂസ്റ്റ് നമ്മള് പാലിലും വെള്ളത്തിലൊക്കെ കറക്കി കുടിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ. ഏട്ടക്കനല്ല ഓജിയ. ഭയങ്കര ബുദ്ധിയാണ് ഗൈസ്. പുല്ലിന്റെ ഇടയിലൊക്കെ ഉണ്ടാകും. ഗൈസ് എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ അവര് കുറെ നേരമായി തരാൻ തുടങ്ങിയിട്ട് ഇതിന് ചുറ്റും. ക്ലൂ 5 ആണോ 4 ആണോ? ഇത് 5 അല്ലേ? ഒരൊറ്റ ക്ലൂവും കൂടി കിട്ടിയാൽ നിങ്ങളത് കഴിഞ്ഞു. ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പിന്നെ വിഷു ഒക്കെ ആയതുകൊണ്ടുള്ളൊരു ട്രഷർ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രഷറാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. ഇവര് തെരയുന്നില്ല ഗൈസ്, തെരയുന്നില്ലേ? ഗൈസ് അപ്പോൾ അവര് മാവിൻ്റെ ചുറ്റുമുള്ള ഇലേൻ്റെ ഇടയിലാണ് നോക്കുന്നത്. ഒരു വടി കിട്ടിയിട്ടുണ്ട്. ആ വടി കുത്തിയിട്ടാണ് ഗൈസ് നോക്കുന്നത്. കാരണം ഇവിടെ നല്ല ഇലകളൊക്കെ ഉണ്ട്. അപ്പം അതിന് ചുറ്റുമാണ് ഗൈസ് നോക്കുന്നത്. ഇവിടെ ആണെങ്കിൽ തന്നെ ഭയങ്കര കണ്ടുപിടിക്കാൻ നല്ല പാടായിരിക്കും. ഇതിന്റെ ഇടയിലാണെങ്കിൽ തന്നെ അയ്യോ ദേവി ഇത് നടക്കൂല ഗൈസ്. ഗൈസ് കൊറേ നേരമായി ഇവരെ ഇല ഇതാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്താ വരെ ഇലേന്റെ ഉള്ളിലോട്ട് പോയത് നിൽക്കാറിനൂടാ. പിന്നെ ഇവരൊരു വിശ്വാസല്ലേ. അപ്പൊ എങ്ങനെയായിക്കോട്ടെ. ഓണത്തിന് പൂവിടാൻ പണ്ടെല്ലാവർക്കും എന്നെ വേണമായിരുന്നു. ഹോളി പൗഡർ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് പഴക്കം വന്ന ഹോളി പൗഡർ ആണ്. അതായി ഗൈസ്, പഴക്കം വന്നതാണ്. എനിക്ക് തോന്നുന്നു 6 മാസത്തായിട്ടുണ്ടാവും. നീ എപ്പ വന്നതാണോ അപ്പൊ കൊണ്ടുവന്നല്ലായിരുന്നോ? എത്ര മാസമായിട്ടുണ്ടാവും? നീ തരി
ഗൈസ് ഈ അടുപ്പിന്റെ ഇതിലാണ് ക്ലൂ ഉള്ളത് എന്നാണ് മാപ്പിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്ന വെണ്ണീരാണെന്നാണ്, കാരണം സത്യാണ് ഗൈസ്. ക്ലൂ നോക്ക്, വെണ്ണീരിലിട്ടതുകൊണ്ടേയിരിക്കും. ഇത് മാറ്റ്, വടി മാറ്റ്. എന്താ വായിച്ചോക്ക്. ഒറ്റ മൈനയെ കണ്ടോ, പേടിക്കണ്ട, എൻ്റെ അടുത്ത് വന്നാ മതി. സ്റ്റാർട്ട്. എന്താ സാധനം കിട്ടിയോ? എന്താ കണ്ണെടുത്ത ഐശ്വര്യത്തോട് ഐശ്വര്യായിട്ടുണ്ട്. 3, 2, 1 go. നമുക്ക് രാത്രി പൊട്ടിക്കാണ്ടായിരുന്നു. അതെ ഗൈസ്, പടക്കാണിത്. അപ്പോൾ നേരത്തെ തന്ന ക്ലൂ എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഒറ്റമൈനേനെ കണ്ടിരുന്നു. അപ്പോൾ ശ്രീകുട്ടിയാണ് പറഞ്ഞത് ഇങ്ങനെ ഈ നനഞ്ഞ നല്ല തുടച്ച കാല് ചാണകത്തിൽ ചവിട്ടിയാൽ അങ്ങനത്തെ ശാപം പോകുന്നുള്ളത് ഗൈസ്. അപ്പോൾ ഒറ്റമൈനെ കണ്ടോ, പേടിച്ചേടാ എൻ്റെ അടുത്ത്. അതാണ് പറയുന്നത്. അതെ ഗൈസ്, അപ്പോൾ അതാണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ക്ലൂ എഴുതിയിട്ടുള്ളത്. അതെ ഗൈസ്, അപ്പൊ എന്താ വെച്ചാൽ ഇവളിങ്ങനെ നോക്കിക്കുമ്പോ ഇതിന്റെ മുകളില് വയറിന്റെ മുകളിൽ ഒറ്റ മീനെ കണ്ട് ഇവള് എടേ നോക്കടി. അപ്പൊ നേരത്തെ അതെ, പിന്നെ ഞാൻ കണ്ണടച്ച് നിക്കായിരുന്നു. പിന്നെ അവള് പറഞ്ഞപ്പോ പിന്നെ അവരെന്നെ പറ്റിച്ചു ഗൈസ്. 2 മൈനേനെ കണ്ടാ നല്ലത് എന്നാണല്ലോ. പൊന്നൂസിനെ പറ്റിച്ചു. അവിടെ എനിക്ക് തോന്നി അതോള് കാക്കിയാന്ന് വിചാരിച്ചിട്ട് ബാഗ് തിരിഞ്ഞായിരുന്നു നിന്നിരുന്നത്. അപ്പൊ ഇവർക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നി. അപ്പൊ ഗൈസ് ഇന്നലെ എന്തായാലും ഞങ്ങള് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പടക്കാണ്. എന്തായാലും വിഷു സ്പെഷ്യൽ വീഡിയോയില് ഇതിന്റെ പേരെന്താ അറിയാണെ കമന്റ് ചെയ്യണേ. ഇതെന്താ ചെയ്യണ്ടെന്നൊക്കെ അറിയൂല. ഇത് കത്തിക്കാനാണ് അത് അവിടെ പടക്കം. അതെ ഗൈസ്, വിഷു സ്പെഷ്യൽ വീഡിയോയിൽ ഉറപ്പായിട്ടും ഞങ്ങള് ഈ ഒരു പടക്കം പൊട്ടിക്കുന്നതായിരിക്കും അല്ലേ? എന്തായാലും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യാ. ഇത് എങ്ങനെയുണ്ട്, ഈ ഒരു ചാലഞ്ച് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യട്ടോ. എങ്ങനെയുണ്ട് അതെല്ലാം കമന്റ് ചെയ്യാട്ടോ. പിന്നെ ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ പടക്കം വേഗം തന്നെ പൊട്ടിക്കണം. അതെങ്ങനെയാണ് എന്നറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വേഗം ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതൊക്കെ പിന്നെ നോക്കാം. എനിക്ക് തോന്നുന്നത് മുകളിലേക്ക് എറിഞ്ഞിട്ടു ഇങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ, അറിയില്ല ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ ചാനൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And this is Anika signing off. Bye.